ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ കൺട്രോൾ ഓഫ് മൈക്രോ ഗ്രിഡ്സ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. മുൻപ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻട്രൽ കൺട്രോളർ ആൻഡ് മൈക്രോ സോഴ്സ് കൺട്രോളർ. അപ്പോൾ അത് രണ്ടുമാണ് നമുക്കിതിൽ മെയിൻലി ഉള്ളത്, സെൻട്രൽ കൺട്രോളർ ആൻഡ് മൈക്രോ സോഴ്സ് കൺട്രോളർ. സെൻട്രൽ കൺട്രോളറാണ് ഇതിൻ്റെ ഒരു ഓവറോൾ കൺട്രോൾ ഓഫ് ദി മൈക്രോ ഗ്രിഡ് ഓപ്പറേഷൻ ചെയ്യുന്നത്, ആൻഡ് പ്രൊട്ടക്ഷൻ. ഇത് രണ്ടുമാണ്. കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ദി ഓപ്പറേഷൻ ഓഫ് മൈക്രോ സോഴ്സ് കൺട്രോളേഴ്സ്. മൈക്രോ സോഴ്സ് കൺട്രോളർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി ഓരോ മൈക്രോ സോഴ്സിൻ്റെയും കൺട്രോളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷനെ മോണിറ്റർ ചെയ്യുന്നു ത്രൂ എനർജി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ. അപ്പോൾ അതിലത് ഉപയോഗിക്കുന്നത് EMM എന്ന് പറയുന്ന എനർജി മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ്, ആൻഡ് പ്രൊട്ടക്ഷൻ കോർഡിനേഷൻ മൊഡ്യൂൾ. നൗ മെയിൻറ്റെയിൻസ്. അപ്പോൾ അതാണ് ഒന്ന്, അതായത് ഓരോ മൈക്രോ കൺട്രോളറിനെയും എനർജി മാനേജ്മെൻറ്റ് മൊഡ്യൂൾ വഴി മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ഓപ്പറേഷനെ മോണിറ്റർ ചെയ്യുക. പിന്നെ പ്രൊട്ടക്ഷൻ കോർഡിനേഷൻ മൊഡ്യൂൾ. ഈ രണ്ട് ഭാഗമാണ് അതിൽ മെയിൻലി, EMM ആൻഡ് PCM. മെയിൻറ്റെയിൻസ് പവർ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി ത്രൂ പവർ ഫ്രീക്വൻസി കൺട്രോൾ. പവർ ഫ്രീക്വൻസി കൺട്രോൾ വഴി ആൻഡ് വോൾട്ടേജ് റിയാക്റ്റീവ് പവർ QV കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ കോർഡിനേഷൻ. ഇപ്പോൾ QV കൺട്രോൾ എന്ന് വെച്ചാൽ റിയാക്റ്റീവ് പവർ വോൾട്ടേജ് കൺട്രോളും, റിയാക്റ്റീവ് പവർ ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് കൺട്രോൾ ആൻഡ് പവർ ഫ്രീക്വൻസി കൺട്രോൾ വഴി എന്ത് ചെയ്യാണ്, പവർ ക്വാളിറ്റിയെയും റിലയബിലിറ്റിയെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ ഈ കൺട്രോളിൽ നമ്മൾ മുമ്പ് പിന്നെ ഈ പവർ സിസ്റ്റം ഒക്കെ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്റ്റീവ് പവറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആക്റ്റീവ് പവർ ഫ്രീക്വൻസി കൺട്രോൾ എന്ന് പറയുന്നതും റിയാക്റ്റീവ് പവർ ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് വോൾട്ടേജ്. റിയാക്റ്റീവ് പവർ വോൾട്ടേജ് കൺട്രോൾ, വോൾട്ടേജിനെ റിയാക്റ്റീവ് പവർ യൂസ് ചെയ്തിട്ടും ഫ്രീക്വൻസിയെ പവർ ആക്റ്റീവ് പവർ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ പവറിൻ്റെ ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു, ആൻഡ് റിലയബിലിറ്റി, ആൻഡ് ദെൻ പ്രൊട്ടക്ഷൻ കോർഡിനേഷൻ. എക്കണോമിക് ജനറേഷൻ ഷെഡ്യൂളിംഗ് ഓഫ് ദി മൈക്രോ സോഴ്സസ്. അതായത് എക്കണോമിക്കലി നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ജനറേഷനെ ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതിന്. മെയിൻറ്റെയിൻ ദി പവർ ഇൻടേക്ക് ഫ്രം ദി മെയിൻ യൂട്ടിലിറ്റി ഗ്രിഡ് അറ്റ് മ്യൂച്വലി അഗ്രീഡ് കോൺട്രാക്ട് പോയിന്റ്സ്. പവർ ഇൻടേക്കിനെ മെയിൻ യൂട്ടിലിറ്റി ഗ്രിഡിൽ നിന്ന് ഈ പിന്നെ സിസ്റ്റത്തിലേക്കുള്ള പവറിൻ്റെ ഇൻടേക്കിനെ കോർഡിനേറ്റ്സ് ദി പ്രൊട്ടക്ഷൻ സ്കീം ഫോർ എൻറ്റയർ മൈക്രോ ഗ്രിഡ്, പ്രൊവൈഡ്സ് പവർ ഡിസ്പാച്ച് ആൻഡ് വോൾട്ടേജ് സെറ്റ് പോയിന്റ് ഫോർ ഓൾ ദി MCs. MC എന്ന് പറഞ്ഞാൽ മൈക്രോ സോഴ്സ് കൺട്രോളറിൻ്റെ പിന്നെ പവർ ഡിസ്പാച്ചിനും അതേപോലെ വോൾട്ടേജിൻ്റെ സെറ്റ് പോയിന്റ്സിനെ, റെഫറൻസ് പോയിന്റിനെ പിന്നെ സെറ്റ് ചെയ്യുന്നത്. എൻഷ്യൂർസ് എനർജി ഒപ്റ്റിമൈസേഷൻ ഓഫ് ദി ഗ്രിഡ്. മൈക്രോ CC is designed to operate in automatic mode with the provision for manual intervention as and when required. And MCs take care of the local control functions of the micro sources. ന്റെ ലോക്കൽ കൺട്രോൾ ഫംഗ്ഷൻ ചെയ്യുന്നത് MC ആണ്. ലോക്കലി ഓരോ മൈക്രോ സോഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് മൈക്രോ സോഴ്സ് കൺട്രോളർ ആണെങ്കിലും മൊത്തത്തിലുള്ള കൺട്രോളിനെയും മൈക്രോ സോഴ്സിൻ്റെ മോണിറ്ററിങ്ങും ചെയ്യുന്നത് ആരാണ്, സെൻട്രൽ കൺട്രോളറാണ്. ഇനി ഇതിൻ്റെ സെൻട്രൽ കൺട്രോളറിൻ്റെ രണ്ട് മൊഡ്യൂൾസ്, ഒന്ന് എനർജി മാനേജർ മൊഡ്യൂൾ. ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് വേരിയസ് കൺട്രോൾ ഫംഗ്ഷൻസ് ഫോർ കൺട്രോളിംഗ് ദി എനർജി ഒപ്റ്റിമൽ ഓപ്പറേഷൻ ഓഫ് ദി മൈക്രോ ഗ്രിഡ്. എനർജി ഒപ്റ്റിമൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൺട്രോളാണ്. പ്രയോറിറ്റി കൺട്രോൾ ഫംഗ്ഷൻ. നമ്പർ ഓഫ് കൺട്രോൾ ഫംഗ്ഷൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ടു അച്ചീവ് ഫൈനർ ആൻഡ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് കൺട്രോൾ. ഇനി പ്രൊട്ടക്ഷൻ കോർഡിനേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് സൂപ്പർവൈസസ് ഓവറോൾ പ്രൊട്ടക്ഷൻ ഫോർ മൈക്രോ ഗ്രിഡ്. അബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദി പ്രൊട്ടക്ഷൻ റിക്വയർമെന്റ് ഫോർ ദി ടു ഓപ്പറേറ്റിംഗ് മോഡ്സ് ഏതൊക്കെയാണ്, ഗ്രിഡ് കണക്റ്റഡും ഐസൊലേറ്റഡ് മോഡിലുള്ള പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ് ഏതാണെന്നുള്ളത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. പ്രൊട്ടക്ഷൻ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് രണ്ട് മോഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്തായിരിക്കും, റിക്വയർമെന്റ്സ് ആയിരിക്കും. അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നത് ഈ PCM ആണ്. നൗ ആ EMMന്റെ പല ഇതാണ് പറയുന്നത്. ഒന്ന് ബേസിക് മൈക്രോ സോഴ്സിന്റെ ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് പവർ ആൻഡ് വോൾട്ടേജ് സെറ്റ് പോയിന്റ്, അതിന്റെ റെഫറൻസ് പോയിന്റ് ആക്റ്റീവ് പവറിനും വോൾട്ടേജിനും. വൈൽ ദി ബേസിക് മൈക്രോ സോഴ്സ് കൺട്രോൾ ഈസ് എക്സിക്യൂട്ടഡ്. എന്നാൽ മൈക്രോ സോഴ്സിന്റെ ഓരോന്നും ചെയ്യുന്നത് ഏതാണ്, മൈക്രോ സോഴ്സ് കൺട്രോളറാണ്. അതേസമയം ഇതിന് വേണ്ട റെഫറൻസ് പോയിന്റിനെ സെറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, ഈ പിന്നെ സെൻട്രൽ കൺട്രോളർ ചെയ്യുന്നത് ത്രൂ ദിസ് EMM. ആക്റ്റീവ് പവർ ഡിസ്പാച്ച് സെറ്റ് പോയിന്റ്, അതേപോലെ ആക്റ്റീവ് പവർ ഡിസ്പാച്ച് സെറ്റ് പോയിന്റ് ഇസ് ഡിപെൻഡന്റ് ഓൺ ദി ഫിനാൻഷ്യൽ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂൽ കോസ്റ്റ്, ഇലക്ട്രിക്കൽ പവർ കോസ്റ്റ്, വെതർ പാരാമീറ്റേഴ്സ് ആൻഡ് ദി ആന്റിസിപ്പേറ്റഡ് പ്രോസസ് ഓപ്പറേഷൻ റിക്വയർമെന്റിനൊക്കെ ഈ ആക്റ്റീവ് പവർ, നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആക്റ്റീവ് പവറിന്റെയും വോൾട്ടേജിന്റെയും സെറ്റ് പോയിന്റ്സ് ആണ്. ഈ രണ്ടെണ്ണത്തിന്റെ സെറ്റ് പോയിന്റ് ആണ്. ആക്റ്റീവ് പവറിന്റെ സെറ്റ് പോയിന്റ് ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വോൾട്ടേജിന്റെ സെറ്റ് പോയിന്റ് കെപ്റ്റ് വിത്തിൻ എ പ്രസന്റ് ബാൻഡ് ടു എൻഷുർ പ്രോപ്പർ വോൾട്ടേജ് റെഗുലേഷൻ ഇൻ ദി മൈക്രോ ഗ്രിഡ്. അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ ഫംഗ്ഷൻ EMM. ഇപ്പോൾ EMM ഉണ്ട്, PCM പ്രൊട്ടക്ഷൻ കൺട്രോളർ ഉണ്ട്. അതിൽ EMMലുള്ള ഒന്നാമത്തെ ഫംഗ്ഷൻ മൈക്രോ സോഴ്സ് കൺട്രോളറിൻ്റെ വോൾട്ടേജ് പോയിന്റ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബേസിക് മൈക്രോ സോഴ്സ് കൺട്രോൾ ഫംഗ്ഷൻ എനർജി മാനേജർ മൊഡ്യൂളിൽ അത്രയും നമ്മൾ നേരത്തെ വോൾട്ടേജ് കൺട്രോൾ, പവർ ഫാക്ടർ കൺട്രോൾ, ഇതൊക്കെയാണ് മൈക്രോ സോഴ്സ് കൺട്രോൾ ഫംഗ്ഷനിൽ. EMM ഓപ്പറേഷനിനെ ടിപ്പിക്കൽ മൈക്രോ ഗ്രിഡ് രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഗ്രിഡ് കണക്റ്റഡ് മോഡിൽ വരാം, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ മോഡിൽ വരാം. നൗ അത്രയും ഓരോന്നാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇപ്പം ബേസിക് മൈക്രോ സോഴ്സ് കൺട്രോളറിൽ
പിന്നെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റാണ് ബേസിക് മൈക്രോ സോഴ്സ് കൺട്രോളറിന്റെ കൺട്രോൾ ഫംഗ്ഷൻ. മൈക്രോ സോഴ്സിൽ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന് വോൾട്ടേജ് കൺട്രോൾ ഉണ്ട്, പ്രൊവൈഡ്സ് ദി വോൾട്ടേജ് സെറ്റ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഫീഡേഴ്സ് ആർ നോട്ട് ഫുള്ളി ലോഡഡ് ഇൻ എ മൈക്രോ ഗ്രിഡ്. ദർ മേ ബി എ ടെൻഡൻസി ഓഫ് വോൾട്ടേജ് റൈസ് ഓൺ ദി ഫീഡേഴ്സ്. അതായത് നമ്മളിപ്പോൾ ലോഡ് ഫുള്ളി ലോഡഡ് അല്ല, അപ്പം ഇതിൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫീഡേഴ്സ് ഫുള്ളി ലോഡഡ് അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് വോൾട്ടേജ് റൈസ്. അപ്പോൾ ആ വോൾട്ടേജ് റൈസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിസ് മൈക്രോസോഴ്സ് കൺട്രോളേഴ്സ് ആർ കോൺസ്റ്റന്റ്ലി മോണിറ്റർ ദി ലോക്കൽ വോൾട്ടേജ്. അതിന് പിന്നെ അവിടുത്തെ വോൾട്ടേജിനെ ലോക്കലി എന്ത് ചെയ്യാണ്, ഓരോ ഫീഡറിലുള്ള വോൾട്ടേജിനെ മൈക്രോസോഴ്സ് കൺട്രോളർ മോണിറ്റർ ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ഈസ് ഗിവിങ് എ ഫീഡ്ബാക്ക് ടു EMM. മനസ്സിലായില്ലേ? അതായത് ഇത് നമ്മൾ പറയുന്ന EMM എന്ന് PCM എന്ന് പറയുന്ന ഇതിന്റെ 2 മൊഡ്യൂൾസ് ആണ്. അതിൽ മൈക്രോസോഴ്സ് കൺട്രോളറിനെ എങ്ങനെയാണ് ഇത്, അതിൽ തന്നെ വോൾട്ടേജിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, മൈക്രോസോഴ്സ് കൺട്രോളറിന്റെ വോൾട്ടേജിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഓരോ ഫീഡറിലുള്ള ലോഡിനനുസരിച്ച് വോൾട്ടേജ് റൈസ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജിനെ പിന്നെ മോണിറ്റർ ചെയ്യുന്നത് മൈക്രോസോഴ്സ് കൺട്രോളറാണ്. അതിനെന്ത് ചെയ്യാണ്, EMM-ലേക്ക് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം EMM എന്ത് ചെയ്യുന്നു, ഡിസ്പാച്ചസ് ദി നെസസറി വോൾട്ടേജ് സെറ്റ് പോയിന്റ്. അതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, MCക്ക് ആവശ്യമുള്ള വോൾട്ടേജ് സെറ്റ് പോയിന്റിന് അത് സെറ്റ് ചെയ്യാണ് ടു ക്യാരി ഔട്ട് ദി റിക്വയർഡ് വോൾട്ടേജ് റെഗുലേഷൻ. അതിന് പിന്നീട് എന്ത് ചെയ്യാണ്, ആ വോൾട്ടേജിനനുസരിച്ച് പിന്നെ വോൾട്ടേജ് സെറ്റ് പോയിന്റിനനുസരിച്ച് MC ആണ് എന്ത് ചെയ്യുന്നത്, ആ വോൾട്ടേജ് റെഗുലേഷനെ ചെയ്യുന്നത്. അപ്പം ഇവിടെ പ്രോസസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്, MC ആണ്, മൈക്രോസോഴ്സ് കൺട്രോളറാണ്. വോൾട്ടേജിനെ മോണിറ്റർ ചെയ്യുന്ന മൈക്രോസോഴ്സ് കൺട്രോളറാണ്. അതിന് എത്രയാണ് വോൾട്ടേജ് എന്നുള്ളത് കണ്ടുപിടിച്ച് ഒരു ഫീഡ്ബാക്ക് അങ്ങോട്ടേക്ക് കൊടുത്തതിന് ശേഷം EMM ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ സെറ്റ് ചെയ്യുന്നത്. ആ വോൾട്ടേജ് സെറ്റ് പോയിന്റിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് EMM ചെയ്യുന്നത്. ദിസ് കൺട്രോൾ സ്ട്രാറ്റജി ഈസ് ടു മേക്ക് ദി മൈക്രോഗ്രിഡ് അപ്പിയർ to the main utility grid as an aggregate of microsources and loads operating as a controlled unit at unity. അപ്പം ഇത് കാരണം എന്ന് വെച്ചാൽ മൈക്രോ സോഴ്സ് കൺട്രോളർ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഈ സെറ്റ് പോയിന്റ് ഈ CC കൺട്രോൾ ചെയ്യുന്നതോടെ എല്ലാത്തിനെയും എന്ത് ചെയ്യാനായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അതായത് എല്ലാ ഫീഡേഴ്സിലുള്ള എല്ലാ മൈക്രോസോഴ്സിന്റെ കൺട്രോളറിനെയും കൂടെ ഒരു ഓവറോൾ കൺട്രോൾ ആയിട്ട് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നൗ അതിൽ പിന്നെ പവർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ബീങ് ലോഡ് ഡിപ്പെൻഡന്റ്. ഓൾ ദി MCs ഹാവ് പവർ ഫാക്ടർ കൺട്രോൾ ഫീച്ചർ ആസ് എ ഫംഗ്ഷൻ. എല്ലാ MCsലും ഈ പവർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. പവർ ഇലക്ട്രോണിക് ഇന്റർഫേസ് ഓഫ് മൈക്രോസോഴ്സസ് മേ ഹാവ് ബിൽറ്റ് ഇൻ പവർ ഫാക്ടർ കൺട്രോൾ ഫോർ കൺട്രോളിംഗ് ദി ഫേസ് ആംഗിൾ വിത്ത് ഓഫ് സപ്ലൈഡ് കറണ്ട് ആൻഡ് മിനിമൈസിങ്. ഇപ്പോൾ സപ്ലൈഡ് കറണ്ടിന്റെ ഫേസ് ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് അതിന് പവർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യാം. അതേപോലെ ഹാർമോണിക് ഡിസ്റ്റോർഷനെ മിനിമൈസ് ചെയ്യാം. അതിനൊക്കെയുള്ള അറേഞ്ച്മെന്റ് ഏതിലുണ്ട്, MCയിലുണ്ട്. ഡസ് നോട്ട് റിക്വയർ എനി കമാൻഡ് ഫ്രം EMM എക്സെപ്റ്റ് ദി വോൾട്ടേജ് സെറ്റ് പോയിന്റ്. അപ്പോൾ ഇതിന് എന്തിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഈ പവർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് ഫ്രം ദി EMM-ന്റെ ആവശ്യമില്ല. പക്ഷെ വോൾട്ടേജ് സെറ്റ് പോയിന്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന് EMM-ൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. ഇതൊക്കെ മൈക്രോ സോഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. Now prime mover speed control. Micro sources with rotating prime mover such as micro turbines and wind turbines. Rotating ആയിട്ടുള്ള prime movers അതിലുണ്ട്. To accommodate load variation in the microgrid within its capacity, microsource prime mover must change its speed to obtain power balance for the new loading. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു പുതിയൊരു ലോഡ് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൈം മൂവർ അതിന്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യണം. ഈ പവർ ബാലൻസ് കറക്റ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം പവർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ദർ ഷുഡ് ബി എ ചേഞ്ച്, അല്ലെ, സ്പീഡ് ചേഞ്ച് ഉണ്ടായിരിക്കണം. പവർ ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ലോഡ് പവറിനനുസരിച്ച്. അപ്പൊ ആ പ്രൈമോർ സ്പീഡ് കൺട്രോൾ ആണ് ഇവിടെ നടക്കുന്നത്. ഷുഡ് എൻഷുവർ, അല്ലെങ്കിൽ പ്രൈമോർ സ്പീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്താണോ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ വിൻഡ് ടർബൈൻ ആണെങ്കിൽ വിൻഡ് ആയിരിക്കും. എന്താണോ നമ്മൾ ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻപുട്ട് പവർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ഒരു കൺട്രോൾ എന്ത് ചെയ്യണം, ഷുഡ് എൻഷുവർ പവർ ജനറേഷൻ അറ്റ് ഒപ്റ്റിമം എഫിഷ്യൻസി ഫോർ മൈക്രോസോഴ്സസ്. To keep EMM design simple, this control is also executed through MCs. അപ്പോൾ ഇതൊക്കെ എന്താണ്, MCs ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസൈൻ, ഈ ഒരു കൺട്രോൾ ഒക്കെ ചെയ്യുന്നത്. EMM ഒരു ഓവറോൾ കൺട്രോൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. Now again, frequency regulation. In conventional power system, frequency of the generated voltage depends on the speed of synchronous generators. In microgrid, microsources can generate power at any desired frequency with the help of power electronic converter. ഫോർ ദെയർ MCs. അപ്പോൾ അതും MCs ത്രൂ ഈ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടെ എനി ഫ്രീക്വൻസിയിലും അതിനെ എന്ത് ചെയ്യാൻ പറ്റും,
പിന്നെ ക്യാൻ ജനറേറ്റ് അറ്റ് എനി ഫ്രീക്വൻസി. ഗ്രിഡ് കണക്റ്റഡ് മോഡ്, അപ്പം അത് എന്താണ്, അതിൻ്റെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള മോഡിലാണ്. അതേസമയം ഈ ഗ്രിഡ് കണക്റ്റഡ് മോഡിൽ MCs ഡു നോട്ട് നീഡ് ടു എക്സേർട്ട് PF കൺട്രോൾ ത്രൂ ദെയർ PF ഗ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ബിക്കോസ് ഫ്രീക്വൻസി വേരിയേഷൻ ഈസ് ടേക്കൺ കെയർ ബൈ ദി യൂട്ടിലിറ്റി ഇറ്റ് സെൽഫ്. അതേസമയം ഇത് പറയുന്നത് ഗ്രിഡ് കണക്റ്റഡ് മോഡിലാണ്. അത് ആ ഗ്രിഡിന്റെ ഫ്രീക്വൻസിയിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന പിന്നെ ഗ്രിഡ് കണക്റ്റഡ് മോഡിൽ ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പിന്നെ യൂട്ടിലിറ്റി തന്നെയാണ്. സ്റ്റാൻഡ് അലോൺ മോഡിൽ MCs നീഡ് ടു എക്സേർട്ട് ദിസ് കൺട്രോൾ ഫോർ അക്കോമഡേറ്റിംഗ് ലോഡ് വേരിയേഷൻസ് അറ്റ് കോൺസ്റ്റന്റ് സിസ്റ്റം ഫ്രീക്വൻസി. ഫോർ ബോത്ത് ദി ഓപ്പറേറ്റിംഗ് മോഡ്സ് EMM ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദി ഫ്രീക്വൻസി കൺട്രോൾ ഫീച്ചർ ഓഫ് MCs. രണ്ട് മോഡിലായാലും, അതായത് പിന്നെ ഇപ്പം ഗ്രിഡ് കണക്റ്റഡ് മോഡിലാണെങ്കിൽ യൂട്ടിലിറ്റി തന്നെ ആ ഫ്രീക്വൻസിയിൽ അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേസമയം അല്ലാത്ത സ്റ്റാൻഡ് അലോൺ മോഡിൽ MCs ആണ് എന്ത് ചെയ്യുന്നത്, ആ കൺട്രോൾ ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി വേരിയേഷൻ, ലോഡ് വേരിയേഷൻ അനുസരിച്ച് ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്താതെ ഒരേ കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിൽ നിർത്തുന്നത്. അതിനുവേണ്ടി MCs. പക്ഷേ ഈ രണ്ട് മോഡായി കഴിഞ്ഞാലും EMM എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പിന്നെ സെൻട്രൽ കൺട്രോളർ ഒരിക്കലും ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രൽ കൺട്രോളർ ഇതുവരെ നമ്മൾ പറഞ്ഞാൽ അതിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് സെറ്റ് പോയിന്റിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇറ്റ് കോൺസ്റ്റന്റ്ലി മോണിറ്റേഴ്സ് ദി മൈക്രോഗ്രിഡ് ഫ്രീക്വൻസി ആൻഡ് ഇഫ് എനി ഫ്രീക്വൻസി ഡ്രോപ്പ് ഈസ് നോട്ട് റീസ്റ്റോർഡ് ബൈ ദി MC വിത്തിൻ എ പ്രീസെറ്റ് ടൈം EMM പെർഫോംസ് റാപ്പിഡ് ലോ ഷെഡിങ്. അതേസമയം അത് അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ്ലി മോണിറ്ററിംഗ് ദി മൈക്രോഗ്രിഡ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി പിന്നെ MCs ഒരു പ്രീസെറ്റ് ടൈമിൽ അത് റീസ്റ്റോർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാണ്, അപ്പോൾ ഒരു ലോഡ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ പ്രോപ്പർലി ആ സമയത്ത് ഒരു ലോഡ് ഷെഡിങ് ഒരു അറേഞ്ച്മെന്റ് അത് ചെയ്യുന്നുണ്ട് ഓൺ ആൻ എമർജൻസി ബേസിസ് ടു അച്ചീവ് പവർ ബാലൻസ് ഇൻ ഓർഡർ ടു എൻഷുർ മൈക്രോഗ്രിഡ് സ്റ്റെബിലിറ്റി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലോഡിന്റെ വേരിയേഷൻ വരുമ്പോഴാണ് ഫ്രീക്വൻസി അത് അഫക്ട് ചെയ്യുന്നത്. ഗ്രിഡ് കണക്റ്റഡ് മോഡിൽ ഇത് പ്രശ്നമില്ല, കാരണം യൂട്ടിലിറ്റി തന്നെ ഇതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്. അതേസമയം സ്റ്റാൻഡ് അലോൺ മോഡിൽ മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെ ചെയ്യണം, മൈക്രോ സോഴ്സ് കൺട്രോളർ. പക്ഷേ മൈക്രോ സോഴ്സ് കൺട്രോളർ ആ ഫ്രീക്വൻസി വേരിയേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫ്രീക്വൻസിയിൽ അതിന് ഒരു ലിമിറ്റ്, ഒരു വിത്തിൻ എ സ്പെസിഫൈഡ് ടൈമിൽ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ലോഡിന്റെ വേരിയേഷൻ എത്രയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഒരു റാപ്പിഡ് ആയിട്ടുള്ള ലോഡ് ഷെഡിങ്ങിന് അത് ഷെഡ്യൂൾ ചെയ്യാണ് ചെയ്യുക. അത് ചെയ്യുന്നത് EMM ആണ്. മനസ്സിലായല്ലോ? അപ്പൊ മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു കൺട്രോൾ ഉണ്ട്. അതേസമയം കാര്യങ്ങളെയൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൈക്രോ സോഴ്സ് കൺട്രോളർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഒരു ടിപ്പിക്കൽ മൈക്രോ ഗ്രിഡ് കണക്റ്റഡ് ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് മൈക്രോ സോഴ്സ് കൺട്രോളറിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഒരു ടിപ്പിക്കൽ മൈക്രോ ഗ്രിഡിൽ എന്ത് ചെയ്യുന്നു. ഗ്രിഡ് കണക്റ്റഡ് ഓപ്പറേഷനിൽ EMM കൺട്രോൾ സിഗ്നൽസ് ആർ റെസ്ട്രിക്റ്റഡ് ടു ദി ആക്റ്റീവ് പവർ ആൻഡ് ലോക്കൽ വോൾട്ടേജ് സെറ്റ് പോയിന്റ്സ് ഫോർ മൈക്രോ സോഴ്സസ്. മനസ്സിലായല്ലോ? ആക്റ്റീവ് വോൾട്ടേജ് സെറ്റ് പോയിന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട്, ഗ്രിഡ് കണക്റ്റഡ് മോഡിൽ ഡസ് നോട്ട് എക്സെർട്ട് എനി അഡീഷണൽ വോൾട്ടേജ് കൺട്രോൾ ദാറ്റ് മേ ഇന്റർഫിയർ വിത്ത് ദി ഫംഗ്ഷനിങ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആൻഡ് ഷണ്ട് കപ്പാസിറ്റേഴ്സ് ഓഫ് ദി യൂട്ടിലിറ്റി ഓർ വിത്ത് ദി MCs. അപ്പോൾ MCs ചെയ്യുന്ന കാര്യങ്ങളിൽ കൺട്രോളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, അത് പിന്നീട് ഇടപെടുന്നില്ല. അതേസമയം വോൾട്ടേജ് സെറ്റ് പോയിന്റ് ഉണ്ടാക്കുക എന്നുള്ള മാത്രമാണ്. ഡിക്റ്റേറ്റ്സ് ദി വോൾട്ടേജ് കൺട്രോൾ ഓഫ് മൈക്രോ സോഴ്സസ് ഓൺലി ഫോർ എ സർട്ടൻ ക്രിട്ടിക്കൽ മൈക്രോഗ്രിഡ് ബസ്സസ്. Now in a typical microgrid, again stand alone. ഇതും വീണ്ടും പറയുന്നത് ടിപ്പിക്കൽ മൈക്രോഗ്രിഡിലാണ്. സ്റ്റാൻഡ് അലോൺ ഓപ്പറേഷനിൽ മെയിൻ ഫംഗ്ഷൻ ഓഫ് EMM is to provide the active power and voltage set point. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഫ്രീക്വൻസി ആൻഡ് റിയാക്റ്റീവ് പവർ ഫ്ലോ ആർ കൺട്രോൾഡ് ബൈ MCs autonomously through പവർ ഫ്രീക്വൻസി ആൻഡ് റിയാക്റ്റീവ് പവർ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം, ആക്റ്റീവ് പവർ ആൻഡ് വോൾട്ടേജ്. ആക്റ്റീവ് പവർ ആൻഡ് വോൾട്ടേജ് സെറ്റ് പോയിന്റ്, ആക്റ്റീവ് പവർ ആൻഡ് വോൾട്ടേജ് സെറ്റ് പോയിന്റ് റിയാക്റ്റീവ് പവർ കൺട്രോൾ വഴിയാണ്. ആക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഓർ സ്പീഡ് കൺട്രോൾ, അത് രണ്ടുമാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. EMM ഡസ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് എനി കമാൻഡ് സിഗ്നൽ ഫോർ കൺട്രോൾ ഓഫ് ഫേസ് ആംഗിൾ ആൻഡ് ഫ്രീക്വൻസി ടു ദി MCs. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ പിന്നെ പവർ ഫേസ് ആംഗിളിനെയോ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടു ദി MCs അതിന്റെ കമാൻഡ് സിഗ്നൽ കൊടുക്കുന്നില്ല. വോൾട്ടേജ് സെറ്റ് പോയിന്റ് ആൻഡ് ആക്റ്റീവ് പവർ ഇതിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, സെറ്റ് പോയിന്റിന് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. EMM കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ് ദി മൈക്രോഗ്രിഡ് ഫ്രീക്വൻസി ആൻഡ് ഇംപ്ലിമെന്റ്സ് റാപ്പിഡ് ലോഡ് ഷെഡിംഗ് ത്രൂ MCs. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നൗ കൺട്രോൾ ഓഫ്, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു മൈക്രോ സോഴ്സ് കൺട്രോളറിന്റെ കേസിൽ എന്താണ് EMM ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഒരു ടിപ്പിക്കൽ മൈക്രോ ഗ്രിഡ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഹീറ്റ് ലോഡിന്റെ കേസിൽ ഹീറ്റ് ലോഡ്സ് ഗെറ്റ് ഹയർ പ്രയോറിറ്റി ഓവർ ഇലക്ട്രിക്കൽ ലോഡ്. CHP മൈക്രോ സോഴ്സ് ആണെങ്കിൽ കൂടുതൽ ഹീറ്റ് ലോഡിനാണ് പ്രയോറിറ്റി കിട്ടുന്നത്. കൺട്രോൾ സ്ട്രാറ്റജി ഓഫ് ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് ഓഫ് CHP സോഴ്സസ് is mainly determined by heat load requirement of the consumers. EMM incorporates priority setting parameter for heat loads in dispatching signal to MCs. EMM must set the priority factor as per the relative importance of electrical and heat loads.
Now energy optimization with maximum efficiency. എനർജി ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ഫോർ അച്ചീവിങ് എ ബേസിക് എനർജി ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമം നമ്പർ ഓഫ് മൈക്രോ സോഴ്സസിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, അതായത് എനർജി എത്രയും കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് എനർജിയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മൈക്രോ സോഴ്സിനാണ് ഇത് എന്ത് ചെയ്യുന്നത്, അത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇത് ചെയ്യുന്ന കാര്യങ്ങൾ, ദിസ് കൺട്രോൾ ഇസ് ബെസ്റ്റ് പെർഫോംഡ് ബൈ EMM ബിക്കോസ് ഓഫ് ദെയർ പ്രയർ നോളജ് ഓഫ് പ്രോസസ് കണ്ടീഷനെ പറ്റിയും വെതർ പാരാമീറ്റേഴ്സ്, മൈക്രോസോഴ്സ് ജനറേഷൻ ഷെഡ്യൂൾ, ഫ്യൂൽ ഇൻഫോർമേഷൻ, കോസ്റ്റ് അവൈലബിലിറ്റി, ഇതിനെ പറ്റിയൊക്കെ അതിൻ്റെ ഇൻഫോർമേഷൻ CMM-ൽ ഉള്ളതുകൊണ്ട് അതിന് ഏറ്റവും ഒപ്റ്റിമൈസേഷൻ, എനർജി ഒപ്റ്റിമൈസേഷൻ അതിന് പോസിബിൾ ആണെന്നുള്ളതാണ്. നൗ എനർജി സ്റ്റോറേജിന്റെ മാനേജ്മെന്റ്, EMM കൺട്രോൾ ദി നോൺ പ്രയോറിറ്റി ലോഡ് ബൈ ഷെഡിങ് ദം. ആൻഡ് അതായത് നോൺ പ്രയോറിറ്റിയിലുള്ളതിന് അതിന് ചില സമയത്ത് അത് എന്ത് ചെയ്യേണ്ടി വരും, ലോഡ് ഷെഡിങ്, അതിൽ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള സമയത്ത് അത് എന്ത് ചെയ്യാണ്, ലോഡ് ഷെഡിങ് പോലെയുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. Storage device supplied only the short-term power requirement, especially for maintaining UPS to the priority loads during contingencies. Now for long-term needs, power reserve is extracted by shedding the non-priority. നേരത്തെ നമ്മൾ പറഞ്ഞ ലോഡ് ഷെഡിങ് ഓഫ് ദി നോൺ പ്രയോറിറ്റി ലോഡ്സ്, അതിനുവേണ്ടി അത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. Now optional control function, മറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. എക്സ്റ്റൻസീവ് ഇൻഫോർമേഷൻ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, ഇന്റലിജന്റ് പവർ ഇലക്ട്രോണിക് ഇന്റർഫേസസ് പോലെയുള്ള കാര്യങ്ങൾ, കൺട്രോൾ അൽഗോരിതം ബേസ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നിക് അനുസരിച്ചുള്ള കൺട്രോൾ അൽഗോരിതംസ്, മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഫെസിലിറ്റീസ്, കളക്ട് ഫീൽഡ് data over wireless networks or Ethernet links from other devices, internet and GIS compatibility, must have data or open logging, provide a manual intervention features. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അതിൻ്റെ തന്നെ ഇന്റലിജന്റ് EMMs മേ ബി യൂസ്ഡ് ഫോർ, അതിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. നൗ പ്രൊട്ടക്ഷൻ കോർഡിനേഷൻ മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ, മൈക്രോഗ്രിഡ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് റിക്വയർമെന്റ് കണ്ടെയ്ൻ ബോത്ത് ജനറേറ്റേഴ്സ് ആൻഡ് ലോഡ്സ്, ജനറേറ്റേഴ്സും ലോഡ്സും ആണുള്ളത്. വിച്ച് റിസൾട്ട്സിംഗ് ഇൻ ബൈഡയറക്ഷണൽ പവർ ഫ്ലോ ത്രൂ ദി പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഇൻ റേഡിയൽസ്. ബൈഡയറക്ഷണൽ ആയിട്ടുള്ള പവർ ഫ്ലോ ഉണ്ട്. പാസീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ടേൺസ് ഇൻ ടു ആൻ ആക്റ്റീവ് വൺ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് മൈക്രോ സോഴ്സസ്. മൈക്രോ സോഴ്സ് ഉള്ളതുകൊണ്ട് ഇതൊരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. മൈക്രോഗ്രിഡ്സ് അണ്ടർഗോ എ കൺസിഡറബിൾ ചേഞ്ച് ഇൻ ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റി വെൻ ഇറ്റ് ചേഞ്ചസ് ഫ്രം ഗ്രിഡ് കണക്റ്റഡ് ടു സ്റ്റാൻഡ് അലോൺ. ഈ രണ്ട് മോഡിലും എന്താണ്, ഈ ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഒരു കപ്പാസിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അത് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസിലും ഡിഫറെന്റ് ആയിരിക്കും. ദിസ് ഹാസ് ടു പ്രൊഫൗണ്ട് ഇഫക്ട് ഓൺ കൺവെൻഷണൽ ഓർ റിലേസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ഷോർട്ട് സർക്യൂട്ട് കറന്റ് സെൻസിംഗ്. Now ability to distinguish between protection requirements for the two operating modes and address the contingencies. അപ്പോൾ അതായത് ഈ പ്രൊട്ടക്ഷൻ റിക്വയർമെന്റ് ഈ രണ്ട് മോഡിലും ഏതൊക്കെയാണ് എന്നുള്ളതിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഉണ്ട്. Now protection scheme for grid connected model, normal condition, microgrid feeder fault, utility fault, microgrid bus fault and resynchronization എത്രയാണ് വരുന്നത്. സ്റ്റാൻഡ് അലോൺ മോഡലിൽ നോർമൽ ഓപ്പറേഷൻ ആയിട്ട് മൈക്രോഗ്രിഡ് ഫീഡർ ഫോൾട്ട് അത്രയാണ് അതിൽ വരുന്നത്. ഇതൊരു ടിപ്പിക്കൽ മൈക്രോഗ്രിഡ് കോൺഫിഗറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Now grid connected model, PCM takes into account the response times of individual micro sources as well as that of PCC, point of common coupling, circuit breakers. ഇതിന്റെ ഒക്കെ റെസ്പോൺസ് ടൈം നോക്കുന്നുണ്ട്. മൈക്രോഗ്രിഡ് നോർമൽ കണ്ടീഷനിൽ മൈക്രോഗ്രിഡ് റിമെയിൻസ് കണക്റ്റഡ് ടു ദി യൂട്ടിലിറ്റി ത്രൂ ദി PCC സർക്യൂട്ട് ബ്രേക്കർ CB4 എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കർ വഴി യൂട്ടിലിറ്റി ഗ്രിഡിൽ നോർമലി എന്താണ് കണക്റ്റഡ് ആണ്. CB4 വഴി ബ്രേക്കേഴ്സ് CB1, CB2, CB3 കണക്ട് ഫീഡേഴ്സ് ABC റെസ്പെക്റ്റീവ്ലി. അതേപോലെ തന്നെ ഇതിലുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് വഴി CB1, CB2, CB3 വഴി എല്ലാ മൈക്രോ സോഴ്സസും എന്ത് ചെയ്യാണ് ഇതിലേക്ക്, പിന്നെ ഇതാണ് സർക്യൂട്ട് ഓരോ സെക്ഷനുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സ് വഴി. അത് ഇവിടെ നമുക്ക് കാണാം CB1, CB2, CB3 ആൻഡ് CB4 എന്ന് പറയുന്ന മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നതാണ്. ആ സർക്യൂട്ട് ബ്രേക്കർ വഴി ഇതൊക്കെ എന്താണ് ഈ ഗ്രിഡിലേക്ക് കണക്റ്റഡ് ആണ്. ലോഡ്സ് ആർ ജോയിൻലി ഫെഡ് ബൈ ദി മൈക്രോ സോഴ്സ് ആൻഡ് ദി യൂട്ടിലിറ്റി. Now grid connected model, microgrid feeder fault, conventional passive radial distribution network, fault power flow occurs from source to the fault point. യൂണിഡയറക്ഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മൈക്രോഗ്രിഡ് ഫീഡറിലാണ് ഫോൾട്ട് ഉണ്ടാവുന്നതെങ്കിൽ, നൗ ഫോൾട്ട് സെൻസിങ് ഈസ് ഡൺ ബേസ്ഡ് ഓൺ ഫോൾട്ട് കറന്റ് മാഗ്നിറ്റ്യൂഡ് ഓൺലി ആൻഡ് നോട്ട് ഇറ്റ്സ് ഡയറക്ഷൻ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഇവിടെ ഫോൾട്ട് ഉണ്ടാകുന്നത്. മൈക്രോഗ്രിഡിന്റെ ഫീഡറിൽ ഉണ്ടാകുന്ന ഫോൾട്ടാണ്. മൈക്രോഗ്രിഡ് ഈ ഫീഡറാണ്, ഫീഡർ എ, ഫീഡർ ബി, ഫീഡർ സിയിലുള്ള ഫീഡറിൽ തന്നെ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഓൺലി വൺ ഡയറക്ഷനിലുള്ള പവർ ഫ്ലോ ആണ്. അവിടെ നമുക്ക് ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നൗ മൈക്രോഗ്രിഡ് ഫീഡർ ഫോൾട്ടിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. മൈക്രോഗ്രിഡ് ഫീഡേഴ്സ് കണ്ടെയ്ൻ ജനറേറ്റേഴ്സ്. ബൈഡയറക്ഷണൽ പവർ ഫ്ലോ occurs into a feeder fault from all microsources on either side of the fault point. Grid connected model, microgrid feeder fault. Feeder fault, fault sensing based on fault current magnitude. അത് ഇവിടെ ഫോൾട്ട് സെൻസിങ് ചെയ്യുന്നത് ഫോൾട്ട് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് വഴിയാണ്, നോട്ട് ബൈ ഇറ്റ്സ് ഡയറക്ഷൻ.
Now, in such fault is not cleared in time, all the microsource may be disconnected from that feeder by their own MCs. എല്ലാ മൈക്രോസോഴ്സും ആ MCs തന്നെ അതിനെ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്, ലീഡിങ് ടു ആൻ എക്സ്റ്റെൻസീവ് ലോസ് ഓഫ് ജനറേഷൻ അല്ലേ. അപ്പോൾ എല്ലാം കൂടെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ മൊത്തത്തിലുള്ള ജനറേഷൻ എക്സ്റ്റെൻസീവ് ലോസ് ഓഫ് ജനറേഷൻ സംഭവിക്കുന്നു. കൂടുതൽ ജനറേഷൻ ലോസ് എല്ലാം കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യാണ്, ലീഡിങ് ടു ലോസ് ഓഫ് ജനറേഷൻ. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഫീഡർ എ ആൻഡ് സി ആർ സെക്ഷനലൈസ്ഡ് ഇൻ ടു സോൺസ്. എയും സിയും വേറെ ഓരോ സെക്ഷൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബ്രേക്കേഴ്സ് കണ്ടെയ്ൻ ഡയറക്ഷണൽ ഓവർ കൺട്രോൾ ടു ഡിറ്റക്ട് ദി ഫോൾട്ടി സോൺ. അതാണ് ഇതിൽ പറയുന്നത്. നൗ ഈ ഫോൾട്ടി സോൺ കണ്ടെയ്ൻസ് എനി മൈക്രോസോഴ്സ് ദെൻ ഇറ്റ് ഈസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദാറ്റ് സോൺ ബൈ ഇറ്റ്സ് ഓൺ MC ബട്ട് കണ്ടിന്യൂസ് ടു സപ്ലൈ ഇറ്റ്സ് ലോക്കൽ ലോഡ് കണക്റ്റഡ് ടു ദി മൈക്രോസോഴ്സ് ബസ്സസ്. അപ്പം അതിനെ ഓരോ സെക്ഷനാക്കി മാറ്റിയിട്ട് അതിനെ എന്ത് ചെയ്യാണ്, ഡിസ്കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നൗ അഗെയിൻ ദി സെയിം മിനിമം ലോസ് ഓഫ് ജനറേഷൻ വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഹവർ ഫോൾട്ട് ഫീഡർ എ ഓർ സി ഇഫ് ഓൾ ദി മൈക്രോസോഴ്സസ് കണക്റ്റഡ് ദി ഫീഡർ ആർ ലൊക്കേറ്റഡ് ഓൺ വൺ സൈഡ് ഓഫ് ദി ഫോൾട്ട് ദെൻ ഇറ്റ് വിൽ ബി ഡിസ്കണക്റ്റഡ് ബൈ ദർ. അതായത് പിന്നെ എല്ലാം കൂടെ ഓരോ സെക്ഷനായിട്ട് എയും സിയും ഇവിടെ ഒരു സെക്ഷനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫീഡർ ബിയിലാണ് ദെൻ ഇറ്റ് ക്യാൻ ബി ഡിസ്കണക്റ്റഡ് ബൈ ഓപ്പണിംഗ് ബ്രേക്കർ CB2. ദെൻ ഫീഡർ ബി ഡസ് നോട്ട് ഹാവ് എനി മൈക്രോസോഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എയും അതേപോലെ ഫീഡർ എ ആൻഡ് ഫീഡർ സി. അപ്പോൾ അത് എന്ത് ചെയ്യാണ്, രണ്ടും കൂടെ നമ്മൾ ഒരു സെക്ഷണൽ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഫീഡർ ബിയിൽ നമുക്ക് അവിടെ പിന്നെ പ്രയോറിറ്റി ലോഡ്സ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യാത്തത്, അവിടെ പ്രത്യേകിച്ച് പറഞ്ഞ ഇതിൽ നമ്മൾ അതിനെ ഉൾപ്പെടുത്താത്തതെന്നാണ് അവിടെ പറയുന്നത്. നൗ യൂട്ടിലിറ്റി ഫോൾട്ട്. ഫോർ എനി യൂട്ടിലിറ്റി ഫോൾട്ട്, യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന യൂട്ടിലിറ്റി ഗ്രിഡ് ആണ്. മൈക്രോഗ്രിഡ് ഡിസ്കണക്ട് ഇറ്റ് സെൽഫ് ഫ്രം ദി യൂട്ടിലിറ്റി ബൈ ഓപ്പണിംഗ് CB4. അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ മൊത്തത്തിൽ ഡിസ്കണക്ട് ചെയ്യുന്നു. CB4 റിലേ മോണിറ്റേഴ്സ് ദി കറന്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഈച്ച് ഫേസ് ആൻഡ് സെൻസ് എ സിഗ്നൽ ടു CB4. റിലേ സെറ്റിംഗ് ഈസ് പ്രൊവൈഡഡ് ബൈ PCM ടു എൻഷുർ. അപ്പം PCM റിലേ സെറ്റിംഗ് എൻഷുർ ചെയ്യുന്നു. ഐസൊലേഷൻ അക്കംപ്ലിഷ്ഡ് എൻഷുർസ് ദാറ്റ് മൈക്രോസോഴ്സ് ആർ നോട്ട് സ്പ്യൂരിയസ്ലി ട്രിപ്ഡ് ബിഫോർ ദി മൈക്രോഡ് സെപ്പറേറ്റ് ഫോർ ഇറ്റ്സെൽഫ് ഫ്രം ദി യൂട്ടിലിറ്റി. അപ്പം CB4 എന്ന് പറയുന്ന മെയിൻ പിന്നെ ഈ സർക്യൂട്ട് ബ്രേക്കറിനെ തന്നെ ഉപയോഗിച്ചിട്ട് അതിനെ മൊത്തത്തിൽ ഡിസ്കണക്ട് ചെയ്യുകയാണ്. മൈക്രോഗ്രിഡ് നേരത്തെ പറഞ്ഞ ഫീഡറിലുള്ള ഇതാണ്. മൈക്രോഗ്രിഡ് ബസ്സിൽ ഉണ്ടാകുന്ന ഫോൾട്ട് ആണെങ്കിൽ then the microgrid disconnected from the utility by opening CB4. Feeders A and C are disconnected from the bus by opening CB1 and CB3 respectively in case of any fault. അപ്പോൾ ഓരോ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ബസ്സസിൽ ഉണ്ടാകുന്ന ഫോൾട്ട് അതിനനുസരിച്ച് ആ ബ്രേക്കറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. Now PCM grades the CB4 relay to coordinate with the upstream protection in the utility. CB4 relay is also graded with respect to the protective devices for the microsources to minimize the loss of generation, supply interruption and spurious tripping. നൗ സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ സിങ്ക്രോണൈസ് ചെയ്യുന്നത്, ഈ കണക്ട് ചെയ്തെടുത്തുനിന്ന് തിരിച്ച് എങ്ങനെ നമ്മൾ സിങ്ക്രോണൈസേഷനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ടു സിങ്ക്രോണൈസ് ആൻഡ് റീകണക്ട് ദി മൈക്രോഗ്രിഡ് control scheme to bring all the microsources into synchronization with the utility by measuring the phase voltage and magnitude. It provides both the options for automatic and manual resynchronization. Now standalone mode ആണെങ്കിൽ the short circuit level at the microgrid bus reduces remarkably. Standalone microgrid provides much lower fault current as compared to a grid connected microgrid. Low fault current may not be adequately picked up. ഇവിടെ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോൾട്ട് കറണ്ട് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഈ ഫോൾട്ട് കറണ്ടിനനുസരിച്ച് വേണം അതിൻ്റെ ഓപ്പറേഷൻസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാൻഡ് അലോണിലുള്ള നോർമൽ ഓപ്പറേഷൻ മൈക്രോഗ്രിഡ് ഓപ്പറേറ്റ്സ് ഓട്ടോണോമസ്ലി. CB4 is ഓപ്പൺ ആയിരിക്കും, കാരണം ഇത് സ്റ്റാൻഡ് അലോൺ മോഡലാണ്. ഫീഡേഴ്സ് A, B and C remain connected to the microgrid bus and their loads are fed from the micro sources. Now microgrid feeder ഫോൾട്ടിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് പ്രൊട്ടക്ഷൻ സ്കീം ഷുഡ് എൻഷുർ മിനിമം ലോസ് ഓഫ് ജനറേഷൻ വരുന്ന രീതിയിൽ എല്ലാത്തിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പിന്നെ ഏറ്റവും മിനിമം ലോസ് ഓഫ് ജനറേഷൻ വരുന്ന രീതിയിലാണ് ഓരോന്നിനെയും എന്ത് ചെയ്യുന്നത്, ഡിസ്കണക്ട് ചെയ്യുന്നത്. നൗ ഇനി നമുക്ക് പറയാനുള്ള മൈക്രോസോഴ്സ് കൺട്രോളേഴ്സിനെ പറ്റിയാണ്. അത് നമുക്ക് അടുത്തൊരു വോയിസിലായിട്ട് പറയാം.